പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ജീവനോടെ ഇരുന്ന് ഒരു ദിവസം കൂടി അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നന്ദി പറയുവാനും അങ്ങേ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ മക്കളായി ഞങ്ങളെ വീണ്ടും കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും കർത്താവെ, പ്രത്യേകമാവിധം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ വലിയ അവസ്ഥയിലും അതിന്റെ ഭയത്തിലും ഭീഷണിയിലുമായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും എല്ലാ മക്കളെയും കർത്താവെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനയ്ക്ക് ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, വിദൂരത്തായിരിക്കുന്നവര്, യാത്രയിൽ കുടുങ്ങിക്കിടക്കുന്നവര്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഒത്തിരി ഭയപ്പാടിൽ കഴിയുന്ന മക്കളെ എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തെ നിയന്ത്രിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും മറ്റെല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവന്റെ എല്ലാ നിഗൂഢ ലക്ഷ്യങ്ങളെയും ആലോചനകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. സ്വർഗത്തിന്റെ സഹായം അയച്ചു നൽകണമേ. സ്വർഗത്തിന്റെ വലിയ ഇടപെടല് ഈ സമയത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ടും മക്കളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും ഇടപെടലും ഉണ്ടാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയെ പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ലോകം മുഴുവനെയും ഇന്ന് പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യുദ്ധത്തിന്റെ വലിയ അവസ്ഥയിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ രാജ്യങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ബഹ്റിൻ ധ്യാനമൊക്കെ മുടങ്ങി, അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാലോ കാര്യങ്ങളൊക്കെ. അച്ഛന് ഇന്ന് ധ്യാനം ആരംഭിക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ കറുകുറ്റി തന്നെ നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിത്യാരാധനയിലും പ്രാർത്ഥനയിലും എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കാത്തിരുന്ന അനേകം മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ യുദ്ധത്തിന്റെ അവസ്ഥയിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുറേ മക്കള് നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലുമുള്ള അനേകം മക്കൾ നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഭീഷണിയിലും ഭയത്തിലുമായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണേ എന്ന് അച്ഛൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ആവിധം ലോകത്തോട്, ക്രൈസ്തവ മക്കളോട് പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതായത് യുദ്ധത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ പൈശാചികമായ ഒരു അവസ്ഥയാണ്. കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. അത് പൈശാചികമാണ്, പിശാചിന്റെ പ്രവൃത്തി. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങളിൽ പറഞ്ഞ വലിയൊരു കാര്യം പുരോഹിതന്മാരോട് ദേവാലയങ്ങൾ തുറന്നിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ദിവ്യകാലന്റെ മുമ്പില് മക്കള് അനേക പേരിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിരിക്കണം. ഈ സന്ദേശം എല്ലാവർക്കും പകർന്നു കൊടുക്കണമെന്ന് പ്രത്യേകമാവിധം പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന 3 പ്രാവശ്യവും, നന്മ നിറഞ്ഞ മറിയും എന്നുള്ള പ്രാർത്ഥന 3 പ്രാവശ്യവും, തൃത്വസ്തുതി 3 പ്രാവശ്യവും ചൊല്ലി പ്രത്യേകമാവിധം എല്ലാവരും ഈ മേഖലയ്ക്ക് വേണ്ടി, ഈ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാവിന്റെ വലിയൊരു കാര്യം ഗൾഫിലെ യുദ്ധം, അതോടൊപ്പം തന്നെ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, അതുമായി ബന്ധപ്പെട്ട യുദ്ധത്തിലെ മേഖല, ഉക്രൈൻ, റഷ്യ,
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ അവസ്ഥകള്, പൈശാചികമായ ഒരു വലിയ യുദ്ധത്തിന്റെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ നമുക്കറിയാം. ഇതങ്ങോട്ട് വളർന്നാൽ ഈ ലോകത്തിന് വലിയ ഭീഷണിയാകുന്ന പൈശാചിക പ്രവൃത്തികൾ, സംഭവങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്ന് ആവർത്തിച്ച് പരിശുദ്ധ പിതാവ് നമ്മുടെ ആഹ്വാനം ചെയ്യുക. ഒരുപാട് നമുക്കറിയാം, ഈ ലോകത്തിന്റെ അധികാരി, അവന് അധികാരം കിട്ടുന്ന മേഖലയാണ് യുദ്ധങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും തിന്മകളും ലജ്ജതകളും. അതുകൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അധികാരിയുടെ ഗൂഢമായ ആലോചനകളുണ്ട്. അത് തകർക്കപ്പെടണം. അങ്ങനെ കൂട്ടിച്ചേർക്കുന്നവരെ ഭിന്നിക്കണം. കലഹപ്രിയരായ ജനങ്ങളെ ചിതറിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അധികാരികളുടെ നിഗൂഢമായ ആലോചനകളെ തകർത്തെറിയാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. അതിന് സ്വർഗത്തിന്റെ ഇടപെടൽ വേണം. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യണം. പരിശുദ്ധ അമ്മയുടെ നരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിശുദ്ധ മിഖായേൽ മാലാഖയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഒരു പ്രാർത്ഥന തന്നെ പരിശുദ്ധ പിതാവ് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നമ്മൾ ആരാധന മധ്യേ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പ്രത്യേകം നമ്മള് പ്രാർത്ഥിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിന് മേൽ ആധിപത്യം പുലർത്തി നശിപ്പിക്കുന്ന പിശാചിന്റെ വക്താക്കളാക്കി മാറിയിരിക്കുന്ന ഒത്തിരിയേറെ മതവിഭാഗങ്ങള്, പഠിപ്പിക്കലുകള്, കൊന്നാൽ സ്വർഗം കിട്ടുന്ന പൈശാചിക മതങ്ങള്, ഗ്രൂപ്പുകള്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കുന്ന പിശാചിന്റെ പ്രവൃത്തികള്, നശിപ്പിക്കുന്നതിൽ കൊല്ലുന്നതിൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്ന പൈശാചികത. തീർച്ചയായിട്ടും ഈ ലോകത്തിന്റെ അധികാരി സ്വന്തം വരുതിയിലാഴ്ത്തി അനേക മക്കളെ കൊന്നൊടുക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന വലിയ പ്രവൃത്തിയുടെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടെങ്കിലേ ഈ ഒരു അവസ്ഥ മാറുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. മക്കബായരുടെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്. 2 മക്കബായർ 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തെ വായിക്കുന്നുണ്ട്. നാം ആകട്ടെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ. എന്നിട്ട് ആ യുദ്ധം ചെയ്യുമ്പോ മക്കബീയൂസ് എഴുതി വയ്ക്കുന്നുണ്ട്, പറയിപ്പിക്കുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ട്, സഹായം സ്വർഗത്തിൽ നിന്ന്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഈ സമയത്ത് അവിടെ ബോംബ് വീഴുന്നു, നിരപരാധരായിട്ടുള്ള മക്കൾ ആക്രമിക്കപ്പെടുന്നു, ഒത്തിരി ഡ്രോണുകളും യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ ഷെല്ലുകളും ഒത്തിരിയേറെ മിസൈലുകളും അതിശക്തമായിട്ട് ചീറിപ്പാഞ്ഞു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, സഹായം സ്വർഗത്തിൽ നിന്ന് നാം ചോദിച്ചു വാങ്ങണം. മാത്രമല്ല, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിഗൂഢ, അതാണ് പരിശുദ്ധ പലവട്ടം പറഞ്ഞ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഗൂഢ ശക്തികളുടെ ആലോചനകളിൽ നിന്ന് ഈ ലോകത്തെ വിടുവിക്കാൻ സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. മാത്രമല്ല, പരിശുദ്ധ പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരികള്, ഈ ലോകത്തിന്റെ ഭരണാധികാരികള് പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ ആലോചന, പരിശുദ്ധാത്മാവിന്റെ വിവേകം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറയപ്പെടാൻ വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ പിതാവ് നമ്മോട് പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ അധികാരി അതിശക്തമായി അനേകരെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, ഭരണാധികാരികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരിലൂടെ തന്റെ പ്രവൃത്തി കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോ ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ അധികാരിയുടെ ഗൂഢ ആലോചനകൾ തകർത്തെറിയപ്പെടാനും സ്വർഗത്തിന്റെ സഹായത്താൽ എല്ലാ മക്കളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നയിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനും ഇടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ പിതാവ് പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്ന മക്കളൊക്കെ ദേവാലയത്തിൽ പോകാൻ പറ്റുന്ന മക്കള് ദേവാലയത്തിലേക്ക് പോകുക. നിത്യാരാധനയുള്ള ഇടങ്ങളിൽ നിത്യാരാധനകളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പിന്നെ പരിശുദ്ധ പിതാവ് ഈ നിയോഗാർത്ഥം 3 സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയവും
ഒന്ന് ക്രിസ്തുസ്തുതി ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പം തന്നെ പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ നിറസാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ സാന്നിധ്യ ഇടപെടലും ഈ ലോകത്തിന്റെ ഭരണാധികാരിയെ അല്ലെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഗൂഢ തന്ത്രങ്ങള് അല്ലെങ്കിൽ അവന്റെ ആലോചനകൾ തകർക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന വലിയൊരു അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിജ്ഞയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്ന മക്കളൊക്കെ ഇന്നത്തെ ആരാധന, ഇന്നത്തെ ഈ ശുശ്രൂഷ, ഈ സന്ദേശം അനേകർക്ക് പങ്കുവച്ചു കൊടുക്കുക. നമ്മൾ ഒരുമിച്ച് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത് ഉപകരിക്കും. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന മധ്യേ പരിശുദ്ധ പിതാവ് പറഞ്ഞ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ത്രിയേക ദൈവത്തിന്റെ ശക്തമായ ഇടപെടല്, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായേലിന്റെ ശക്തമായ മാധ്യസ്ഥ ഇടപെടല് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഭരണാധികാരിയുടെ ആലോചനകൾ തകർത്തെറിഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ സഹായം വിളിച്ചിറക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താലും ശക്തമായ ഇടപെടലിലാലും കർത്താവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും കർത്താവെ, യുദ്ധത്തിന്റെ ഭീഷണിയിലും യുദ്ധത്തിന്റെ ഭയത്തിലും യുദ്ധക്കെടുതിയിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ, ഇസ്രായേലിനെ പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിന്റെ അധികാരി, ഈ ലോകത്തിന്റെ നിഗൂഢമായ പൈശാചിക ശക്തി ഇന്ന് അനേക മക്കളെ കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഉപയോഗിക്കുമ്പോ കർത്താവെ, അങ്ങേക്കല്ലാതെ സ്വർഗത്തിന്റെ അതിശക്തമായ ഇടപെടലിനല്ലാതെ അതിസ്വാഭാവികമായ കൃപകൾക്കല്ലാതെ കർത്താവെ ലോകത്തെ രക്ഷിക്കുക സാധ്യമല്ല. ഈ സമയം കർത്താവെ, വലിയ തിരിച്ചറിവോടെ എല്ലാ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അനേക ആയിരങ്ങള് ലോകമെമ്പാട് ദേവാലയങ്ങൾ തുറന്നിട്ട് ദിവ്യകാരുണ്യ സന്നിധിയില് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേക ഇടപെടലിനു വേണ്ടി വലിയ ശക്തമായി പ്രാർത്ഥിക്കുമ്പോ ആ വലിയ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. റഷ്യയെ സമർപ്പിക്കുന്നു, ഉക്രൈനെ സമർപ്പിക്കുന്നു, ഗൾഫ് രാജ്യങ്ങളെ സമർപ്പിക്കുന്നു, ഇസ്രായേലിനെ സമർപ്പിക്കുന്നു, അമേരിക്കയെ സമർപ്പിക്കുന്നു. യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് വന്നുപെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ബോംബ് വീണ് ഒത്തിരി ഡ്രോണുകളാൽ ആക്രമിക്കപ്പെട്ട്, മിസൈലുകൾ ആക്രമിക്കപ്പെട്ട് അതിന്റെ ഭയത്തിലിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിന്റെ അതിശക്തമായ ഇടപെടല് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വലിയ ദാഹത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ ശക്തമായ ഇടപെടല് ഈ മേഖലയിൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഇടപെടണമേ. വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടല് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശക്തമായ പ്രാർത്ഥന ദിവ്യകാരുണ്യ സന്നിധിയില് ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അത്യന്തം പരിശുദ്ധമായ ത്രിത്വമേ, സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ അമൂല്യ രക്തമേ, സാത്താനെ നശിപ്പിക്കുകയും ലോകത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ റദ്ദാക്കുകയും നശിപ്പിക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്യണമേ. മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയമേ, സാത്താനെ തകർക്കുകയും ലോകത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ റദ്ദാക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്യണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയെ സാത്താനെ ബന്ധിക്കുകയും ലോകത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ റദ്ദാക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ,
അങ്ങ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ലോകത്തെ കൈകാര്യം ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ സ്തംഭിപ്പിക്കാൻ, അത് തടയാൻ, അത് നശിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണല്ലോ. വലിദാഹത്തോടെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യ ശക്തിയാലും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ ഇടപെടലിനാലും സാത്താനെ ബന്ധിച്ച് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവരുടെ ഗൂഢാലോചനകളെ കർത്താവെ അവിടുന്ന് നശിപ്പിക്കണം, തകർക്കണം, അത് തടയണം. അതിനേക്കാളേറെ ഈശോയെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. സ്വർഗം തുറന്ന് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വലിയൊരു അഭിഷേകത്തിന്റെ നിറവ് ലോകം മുഴുവനും അങ്ങിപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഈശോയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാല് എല്ലാ ഭരണാധികാരികളും നിറയട്ടെ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും കർത്താവെ ദുഷ്ടന്റെ ശക്തി വരുന്ന വിടുവിച്ച്, പിശാചിന്റെ പിടിയിൽ നിന്നും ഗൂഢാലോചന വിടുവിച്ച് പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ, അധികാരം ഏറ്റെടുക്കണമേ. അവിടെ ബുദ്ധിയെ, ചിന്തകളെ, ആലോചനകളെ, തീരുമാനങ്ങളെ, ഹൃദയത്തെ, മനസ്സിനെ, തോന്നലുകളെ, ഇഷ്ടങ്ങളെ പരിശുദ്ധാത്മാവെ നയിക്കണമേ, നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും പെട്ടെന്ന് സമാധാനം സംസ്ഥാപിതമാക്കപ്പെടട്ടെ. കർത്താവ് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ. പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ ഇടപെടൽ, സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ യാചനാപൂർവം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും. മക്കളെ, ഈശോയെ അങ്ങയിൽ നിന്ന് ഒഴുകുന്ന കൃപ, കൃപയ്ക്കുമേൽ കൃപ ലോകരാജ്യങ്ങളില് ഭരണാധികാരികളിലേക്ക്, കർത്താവെ എല്ലാ മക്കളിലേക്കും, യുദ്ധത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും അങ്ങയുടെ കൃപ നിറച്ച്, അങ്ങയുടെ ശക്തി നിറച്ച് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ ശക്തിയാൽ രോഗികൾ സുഖപ്പെട്ടു, അങ്ങയുടെ ശക്തിയാൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടു, അങ്ങയുടെ ശക്തിയാൽ കടൽ ശാന്തമാക്കപ്പെട്ടു, അങ്ങയുടെ ശക്തിയാൽ കാറ്റ് അടക്കപ്പെട്ടു, അങ്ങയുടെ ശക്തിയാൽ കർത്താവേ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ, അങ്ങയുടെ ശക്തിയാൽ ശാന്തത കൈവരിക്കട്ടെ. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനെയും സമർപ്പിക്കാം. കർത്താവ് അങ്ങേക്കല്ലാതെ ലോകത്തെ രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല. സകല ജനപദങ്ങളുടെയും രക്ഷയുടെ സദ്വാർത്ത അങ്ങ് മാത്രമാണ്. വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല കർത്താവെ. ഒരു ഭരണാധികാരിക്കോ, ഒരു തീവ്രവാദ സംഘടനയ്ക്കോ, ഒരു യുദ്ധത്തിനോ, ഒരു ആയുധത്തിനോ, ആർക്കും ഒന്നിനും ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങാണ് ഏകരക്ഷകൻ. അങ്ങേക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. കർത്താവ് അങ്ങയുടെ കരുണ, ആ കരുണയിലേക്ക് ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ലോകം മുഴുവനെയും ആഴ്ത്തണമേ. പരിശുദ്ധാത്മാവിനാല് ലോകം മുഴുവനെയും നിറയ്ക്കണമേ. പ്രത്യേകിച്ചും ഭരണാധികാരികളെ, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെയും കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ പാവപ്പെട്ട ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ദിവ്യകാരുണ്യ ഈശോയെ അനുഗ്രഹിക്കണം. ലോകത്തെ യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം നിറയണം. വലിയ ദാഹത്തോടും എളിമയോടും കൂടി പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ആശീർവാദ സമയത്ത് കർത്താവിന് ദിവ്യ വരങ്ങൾ അഭിഷേകമായി, ശക്തിയായി, പരിശുദ്ധാത്മ നിറവായി, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളായിട്ട് എല്ലാ ഭരണാധികാരികളുടെ മേലും നിറയപ്പെടാൻ, ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന എല്ലാ ഭരണാധികാരികളുടെ കൂട്ടമായ ആലോചനകൾ തകർക്കപ്പെടാൻ
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ, നിയന്ത്രിക്കപ്പെടാൻ ഈ ആശീർവാദ സമയത്ത് അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, യുദ്ധം പിശാചിൻ്റെതാണ്. കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തി പൈശാചികമാണ്. ഈ ലോകത്തിന്റെ അധികാരി, അവന്റെ നിയന്ത്രണം അതിശക്തമായിരിക്കുന്ന ഈ സമയത്ത് ഈശോ പറഞ്ഞില്ലേ, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. പരിശുദ്ധ പിതാവ് അത് തന്നെയാണ് ആഹ്വാനം ചെയ്തത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ആവർത്തിച്ച് പരിശുദ്ധ പിതാവ് പറയുന്ന ഈ ആഹ്വാനത്തെ സഭാ മക്കളായി നമുക്ക് ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുക. ആരാധനയില്, ദേവാലയത്തില് വരാൻ പറ്റുന്ന മക്കള്, പോകാൻ പറ്റുന്ന മക്കള് ആരാധനയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, കരമിടിച്ച് പ്രാർത്ഥിക്കുക. നമ്മിലൂടെ കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ശക്തി, പരിശുദ്ധാത്മാ നിറവ് എല്ലാ ഭരണാധികാരികളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ നാനാജാതി മതസ്ഥരിലും അറിയപ്പെടണം. ഷാജ് ഉപയോഗിക്കുന്ന ഒത്തിരി മതങ്ങളും ഗ്രൂപ്പുകളും നമുക്കറിയാലോ. അതൊക്കെ തകർക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനും ദൈവകൃപ, സ്വർഗത്തിന് സഹായം ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കാനും ബാധ്യതയുള്ളവരെ നമ്മൾ. അതറിഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും, സ്വർഗം സഹായിക്കും, പരിശുദ്ധാത്മാവ് നയിക്കും, സാത്താന്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടും, യുദ്ധം അവസാനിക്കും. ഈശോയെ കരുണയായിരിക്കണം.